ഇപ്പോൾ പശ്ചിമേഷ്യ കേന്ദ്രീകരിച്ച് നടക്കുന്ന സംഘർഷം ഒരു ലോകമഹായുദ്ധത്തിന് തുടക്കമാകുമോ എന്ന് ഇപ്പോൾ പല കോണിൽ നിന്നും ചോദ്യം ഉയർന്നു തുടങ്ങുന്നു. നമ്മുടെ അയൽപക്കത്തും ഇപ്പോൾ ഒരു യുദ്ധം ആരംഭിച്ചിരിക്കുകയാണ്. ആ യുദ്ധം ഇപ്പോൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും മാറി യൂറേഷ്യൻ രാജ്യങ്ങളിലേക്ക് കടക്കുന്നു. ഒപ്പം തന്നെ യൂറോപ്പിനെയും അത് ലക്ഷ്യം വെക്കുന്നു. എല്ലാവരും കൂടി ചേരുന്ന ഒരു മഹായുദ്ധമായി തീരുമോ എന്നാണ് ഇപ്പോൾ ആശങ്ക. അതിനിടയിൽ ട്രംപ് പറഞ്ഞത് ഇറാൻ എന്ന് പറയുന്നത് വലിയൊരു രാജ്യമാണ് എന്നും തങ്ങളുടെ സൈന്യത്തിന്, അതായത് അമേരിക്കൻ സൈന്യത്തിന് ജീവഹാനി നേരിടേണ്ടി വരുമെന്നും 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഓപ്പറേഷനാണ് താൻ പ്ലാൻ ചെയ്യുന്നതുമാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. പക്ഷെ അത് യുദ്ധത്തിന്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമായിട്ടാണ് എല്ലാവരും കരുതുന്നത്. അത്രയും നീണ്ടുപോകാനുള്ള സാധ്യതയില്ല എന്ന് പലരും വിലയിരുത്തുന്നു. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം സൈപ്രസിലെ UK വ്യോമത്താവളത്തിന് നേർക്ക് ഇറാൻ നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹോർമിസ് കടലിടുക്കിലും പേർഷ്യൻ കടലിടുക്കിലുമെല്ലാം ഇറാൻ ആക്രമണം നടത്തി. ഇതിൽ 3ഓളം എണ്ണ ടാങ്കറുകൾ കത്തിനശിച്ചു. അതിലൊന്ന് UKയുടേതായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. UK ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലാകമാനമുള്ള ഇസ്രയേലിനടക്കമുള്ള അവരുടെ പൗരന്മാരെ 94,000-ഓളം വരും അവരുടെ പൗരന്മാരെന്നാണ് കണക്ക്. ആ പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള ശ്രമമാണ്. കാരണം ഇപ്പോൾ ഇറാൻ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കക്കാർ കൂടുതലായി താമസിക്കുന്ന ഹോട്ടലുകളും ഒപ്പം തന്നെ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന നാറ്റോ സഖ്യത്തിന്റെ വ്യോമത്താവളങ്ങളും എല്ലാമാണ്. UK നിലവിൽ ഈ അറ്റാക്കിന്റെ ഭാഗമല്ല. പകരം ഈ യുദ്ധത്തിൽ UK US നൽകിയിരിക്കുന്ന ഒരു ഉറപ്പ് നമ്മളുടെ പ്രതിരോധത്തിന് വേണ്ടി ഞങ്ങളുടെ വ്യോമത്താവളം ഉപയോഗിക്കാമെന്ന് മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഇറാൻ തിരിച്ചു വെച്ചിരിക്കുന്ന മിസൈലുകളെല്ലാം UKയ്ക്കും ഫ്രാൻസിനും നേർക്കൊക്കെയാണ്. അതായത് എല്ലാവരെയും ഇങ്ങോട്ടേക്ക് വലിച്ചിടുക, അങ്ങനെ ഒരു പ്രഷർ ഉണ്ടാക്കുക, യുദ്ധം അവസാനിപ്പിക്കാൻ. അതാണ് ഇറാൻ കണ്ടിരിക്കുന്ന ഏറ്റവും എളുപ്പമുള്ള മാർഗം. കാരണം മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, അതായത് GCC രാജ്യങ്ങളിൽ ആക്രമണം ഘടിപ്പിക്കുന്നതോടുകൂടി ഇസ്രായേലിനോട് ഈ GCC രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയോട് GCC രാജ്യങ്ങൾ യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുമെന്ന് കൂടി ഇറാൻ കരുതുന്നു. അതല്ല എങ്കിൽ എത്ര കാലം വേണമെങ്കിലും പോരാടി നിൽക്കാൻ ഇറാന് കഴിയുകയും ചെയ്യും. അവരുടെ ആയുധബലത്തിന്റെ കരുത്തുകൊണ്ടല്ല. കാരണം അവരുടെ കയ്യിലുള്ള ഈ മിസൈലുകളുടെയും ഡ്രോണുകളുടെയും സ്റ്റോക്കുകൾ അതെല്ലാം തദ്ദേശീയമായി തന്നെ നിർമ്മിച്ചവയാണ്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും 1-2 മിസൈലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായിച്ച് ഒരു അരക്ഷിതാവസ്ഥ എല്ലായിടത്തും സൃഷ്ടിക്കുക. ഇറാനെ പോലെയല്ല മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളെല്ലാം. അതിസമ്പന്നമായ രാജ്യങ്ങളാണ്. ബിസിനസ്സും ടൂറിസവും ഒക്കെയായി മുൻപോട്ട് പോകുന്ന UAE അടക്കമുള്ള രാജ്യങ്ങളുണ്ട്. ഈ രാജ്യങ്ങൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ സൃഷ്ടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അരക്ഷിതാവസ്ഥ, അതായത് ഇടയ്ക്കിടയ്ക്ക് മിസൈലുകളും ഡ്രോണുകളും അയച്ച് ഈ വിമാനത്താവളത്തിന്റെ ഉൾപ്പെടെ ഉള്ള പ്രവർത്തനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്തംഭിപ്പിക്കുക. അങ്ങനെ ഇവിടെ ഒരു സുരക്ഷിതമല്ലാത്ത സ്ഥലമാണ് മിഡിൽ ഈസ്റ്റ് എന്ന് വരുത്തി തീർക്കുക. അതിന് ഇറാന് കഴിയും. നമ്മൾ കണ്ടതാണ് അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇറാനെ ആക്രമിച്ചപ്പോൾ ആ യുദ്ധം നീണ്ടുനിന്നത് 8 വർഷക്കാലമായിരുന്നു. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടിയും ചീറ്റിയും ഒക്കെ നിൽക്കുന്ന ഒരു പശ്ചിമേഷ്യ അതായിരിക്കാം ഇനി ഭാവിയിൽ ഒരുപക്ഷെ ഇറാനായി മാറാൻ സാധ്യതയുള്ളത്. പക്ഷേ അതിനു മുൻപ് തന്നെ ഇത് തീർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും അത്തരത്തിൽ തന്നെ നീങ്ങുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ അതിനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ കാണുന്നില്ല. ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ, അതായത് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും നാറ്റോയും അടക്കം ഇപ്പോൾ അമേരിക്കയ്ക്ക് പിന്തുണ നൽകിക്കൊണ്ട് രംഗത്തെത്താനുള്ള സാധ്യതയെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. യൂറോപ്യൻ യൂണിയൻ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. അതിനിടയിൽ അമേരിക്കയിൽ അവിടുത്തെ ജനങ്ങൾക്കിടയിൽ നിന്ന് സർവേയിൽ ബഹുഭൂരിപക്ഷം പേരും ട്രംപിനെ എതിർക്കുകയാണ്. അവർക്ക് യുദ്ധത്തിൽ താല്പര്യമില്ല. അവർ ചോദിക്കുന്നത്, മുൻപ് ഇറാന്റെ ആണവായുധീകരണം നശിപ്പിച്ചു എന്ന് പറഞ്ഞ ട്രംപ് എന്തിനാണ് വീണ്ടും അങ്ങോട്ടേക്ക് ആക്രമണം നടത്തുന്നത്? തങ്ങളുടെ സൈനികരെയും പണവുമെല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ നടത്തുന്ന യുദ്ധത്തിന് എന്ത് പ്രസക്തിയാണെന്ന് സ്വന്തം നാട്ടുകാർ തന്നെ ചോദിക്കുന്ന സാഹചര്യം. ഇവിടെ ഈ യുദ്ധം എങ്ങനെ തീരുമെന്ന് ആർക്കും ഒരു പിടുത്തവുമില്ല. ആരും മുന്നിട്ടിറങ്ങുവാൻ താല്പര്യപ്പെടുന്നുമില്ല. ആ യുദ്ധം കൂടുതൽ മേഖലകളിലേക്ക് ഇപ്പോൾ വ്യാപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഈ ഷിയ വിഭാഗത്തിന്റെ പാകിസ്ഥാനിൽ നടത്തിയ പ്രതിഷേധ പ്രകടനം US-ന്റെയും UN-ന്റെയും ഓഫീസുകൾ തീയിടുന്ന തരത്തിലേക്ക് മാറി. തുടർന്ന് നടന്ന വെടിവെപ്പിൽ 22ഓളം പേർ കൊല്ലപ്പെട്ടു. അതിനെ തുടർന്ന് ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നടക്കുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അഫ്ഗാനിസ്ഥാന്റെ കനത്ത വ്യോമാക്രമണം നടന്നിരിക്കുന്നത്. ഇത്തരത്തിൽ കാര്യങ്ങൾ പോകുന്നു നമ്മുടെ അയൽപക്കത്തും. ഇതെന്തായി തീരുമെന്ന് ആർക്കും ഒരു ഉറപ്പില്ല. ആരും ഈ യുദ്ധത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിനെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ആരും മുന്നിട്ടിറങ്ങുന്നുമില്ല. ആകെയുള്ളൊരു പ്ലാറ്റ്ഫോം UN ആണ്, ഐക്യരാഷ്ട്രസഭ. അവരുടെ ഈ സെക്യൂരിറ്റി കൗൺസിൽ വിളിച്ചു കൂട്ടണമെന്ന് റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും അതിൽ ഒരു മെല്ലപ്പോക്കാണ്. നിലവിൽ കടലാസ സംഘടനയ്ക്ക് തുല്യമാണ് UN. ഇനി ഇത് അവസാനിപ്പിക്കാനായി യുദ്ധത്തിൽ പങ്കെടുക്കുന്നവർ തന്നെ തീരുമാനിക്കേണ്ട സാഹചര്യം. ഇതിനിടയിൽ ട്രംപ് പറയുന്നത് കേട്ടു, ഇറാൻ തങ്ങളെ സമീപിച്ചിരിക്കുന്നു ചർച്ചയ്ക്കെന്ന്. അങ്ങനെ സംഭവിച്ചാൽ അത് നല്ല കാര്യം. നിലവിൽ അതിന് സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഇറാന്റെ പരമോന്നത നേതാവ് അതിന്റെ ശവസംസ്കാര ചടങ്ങ് പോലും കഴിയാതെ അമേരിക്കയുമായി ഒരു ചർച്ചയ്ക്ക് ഇറാൻ പോകുമോ എന്നുള്ള കാര്യത്തിലും സംശയമുണ്ട്. അതിനിടയിൽ ഇറാഖ് പ്രസിഡന്റിൻ്റെതായി വന്ന ഒരു പ്രസ്താവന തങ്ങൾ ശക്തമായി തന്നെ തിരിച്ചടിക്കും എന്നുള്ളതാണ്. അതായത് ഇറാന്റെ ഒരു രീതി മാക്സിമം ആക്രമിക്കുക, അങ്ങനെ ലോകത്ത് മുഴുവൻ ഒരു അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, അപ്പോൾ എല്ലാവരും കൂടി ഇറങ്ങി വന്ന് ഒരു സമാധാനത്തിന് വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ ട്രംപ് കരയുദ്ധം നടക്കാൻ സാധ്യതയില്ല എന്ന് കൂടി ഉറക്കെ പറയുന്നു. കാരണം ഇറാൻ കണക്ക് ഒരു വലിയ രാജ്യത്തെ കീഴ്പ്പെടുത്തുക വലിയ കഠിന പ്രയത്നമായിരിക്കുമെന്ന് ട്രംപിനും നന്നായിട്ട് അറിയാം. മുമ്പ് ഇറാഖിലും
അഫ്ഗാനിസ്ഥാനിലും വിയറ്റ്നാമിലുമൊക്കെ അവർക്ക് സംഭവിച്ചത് ആ പരാജയമായിരുന്നു. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ അമേരിക്കയ്ക്ക് താല്പര്യവുമില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു രീതിയിലേക്ക് ഈ യുദ്ധം വളർന്നിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇവിടെ ചൈനയും റഷ്യയും ഒന്നും നേരിട്ടല്ലെങ്കിൽ പോലും ഇറാന് സഹായിക്കാൻ തന്നെ സാഹചര്യങ്ങൾ അനവധിയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ അഫ്ഗാനിസ്ഥാൻ ആണ് ആദ്യമായി, ഇല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ മാത്രമാണ്, ഒരേ ഒരു രാജ്യം മാത്രമാണ് ഇറാനെ യുദ്ധത്തിൽ പിന്തുണച്ചിരിക്കുന്ന രാജ്യം. ആ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ പിന്തുണ ഇറാനാണെന്നും അമേരിക്കയ്ക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് താലിബാൻ രംഗത്തെത്തിയത്. ഈ താലിബാനെ തുരത്താൻ 2000-ൽ ഈ അഫ്ഗാനിസ്ഥാനിലെത്തിയ അമേരിക്കൻ സൈന്യത്തിന് പിന്നെ എന്ത് സംഭവിച്ചു എന്ന് നാം കണ്ടതാണ്. 2021-ൽ ഇതേ താലിബാൻ അമേരിക്കൻ സൈന്യത്തെ തുരത്തി ഓടിച്ച് അധികാരം പിടിക്കുന്നതും കണ്ടു. ഇത് വീണ്ടും ഇറാനിൽ ആവർത്തിക്കാതിരിക്കാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു താൽക്കാലിക ഭരണകൂടം ഇനി ട്രംപ് വന്ന് അവിടെ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞാലും അതിനധികം ആയുസ്സുണ്ടാകില്ല. കാരണം ഇപ്പോൾ ഖമേനി വിതച്ചതെല്ലാം അവിടെ ഈ മണ്ണിനടിയിൽ തന്നെയുണ്ട്, അത് വളർന്നു പൊങ്ങുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആവശ്യം ഒരു ശാശ്വത സമാധാനമാണ്. ആ ശാശ്വത സമാധാനത്തിലൂടെ, കാരണം ഇപ്പോൾ അമേരിക്ക ആയാലും ഇസ്രായേൽ ആയാലും മുൻപോട്ട് വെച്ചിരിക്കുന്ന, ഇല്ലെങ്കിൽ അവരുടെ അജണ്ട അത് കൃത്യമായി തന്നെ നടപ്പാക്കി. അവരുടെ ലക്ഷ്യം ഖമേനിയുടെ ഒപ്പമുള്ളവരും ഇല്ലാതാകുക, ഒപ്പം തന്നെ അവരുടെ ആണവ ശാസ്ത്രജ്ഞന്മാരെ ഇല്ലാതാക്കുക, അവരുടെ ആണവ നിലയങ്ങളും മിസൈൽ കേന്ദ്രങ്ങളും തകർക്കുക. അതിലൊക്കെ ഏറെക്കുറെ അവരെല്ലാം വിജയിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ലക്ഷ്യം നേടിയിരിക്കുന്നു. അമേരിക്കയാകട്ടെ അവർ പറഞ്ഞതുപോലെ തന്നെ ടെഹ്റാനിൽ ഉടനീളം ബോംബുകൾ വാരി വിതറി അതിനെ തച്ച് തകർത്തിരിക്കുന്നു. അതായത് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി അമേരിക്ക യുദ്ധം ജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഒരു സാഹചര്യത്തിൽ ഇനി യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് സംസാരിച്ചു തുടങ്ങുന്നതാകും നല്ലത്. ഇല്ല എങ്കിൽ അമേരിക്കയുടെ ഒരു പ്രൊട്ടക്ഷനിൽ നിൽക്കുന്ന മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് അതെന്നും ഒരു തീരാ തലവേദനയായി മാറും. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ അമേരിക്കയുടെ ഈ സെക്യൂരിറ്റിയും ചോദ്യം ചെയ്യപ്പെടാം. അമേരിക്ക ഇപ്പോൾ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ തങ്ങളുടെ സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചിരിക്കുന്നതിന്റെ പ്രധാന കാരണം, ഇല്ലെങ്കിൽ സെക്യൂരിറ്റി നൽകുന്നതിന്റെ കാരണം, ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഒന്നും തന്നെ ഭയപ്പെടേണ്ട, തങ്ങളുടെ സെക്യൂരിറ്റിയുടെ അണ്ടറിലാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ജനവാസ കേന്ദ്രങ്ങളിലും ഇല്ലെങ്കിൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലും വിമാനത്താവളങ്ങളിലും ഒക്കെ ഡ്രോണുകളും മിസൈലുകളും വന്ന് വീണാൽ ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ മാറി ചിന്തിക്കാൻ ഇടവരും. ഇല്ലെങ്കിൽ അമേരിക്കയുടെ ഈ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെടാൻ ഇടവരും. ഇതെല്ലാം ട്രംപിനും അമേരിക്കയ്ക്കും നന്നായി അറിയാം. അമേരിക്കയുടെ സാധാരണ രീതി വലിയ രീതിയിൽ യുദ്ധം മുൻപോട്ട് കൊണ്ടുപോകുന്ന രീതി അവർക്കില്ല. അവരുടെ ലക്ഷ്യം നേടിക്കഴിഞ്ഞാൽ അവിടെ കൊണ്ടത് അവസാനിപ്പിക്കും. ഇതിലൊക്കെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഹോർമിസ് കടലിടുക്കിൽ നടക്കുന്ന സംഘർഷമാണ്. ആ സംഘർഷം വ്യാപിക്കുകയാണെങ്കിൽ കപ്പലുകൾ കുടുങ്ങും, പുറത്തേക്ക് പോകാനുള്ള സാധ്യതകൾ തീരെ ഇല്ലാതാകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എണ്ണയുടെ വില കുതിച്ചു വരും. ഇപ്പോൾ തന്നെ ബാരലിന് $80 ആയിരിക്കുന്നു ക്രൂഡ് ഓയിലിന്റെ വില. ഈ വിലക്കയറ്റം വർദ്ധിക്കുകയാണ് എങ്കിൽ അത് വലിയ ഭവിഷ്യത്ത് തന്നെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഉണ്ടാക്കും. അമേരിക്ക കൂടുതലായി ഗൾഫിൽ നിന്ന് എണ്ണ വാങ്ങുന്നില്ല. അമേരിക്ക ഈ എണ്ണ ഉപയോഗിച്ച് കച്ചവടം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്ന് കലക്കിയാൽ അമേരിക്കയ്ക്ക് സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാം ഈ എണ്ണ വ്യാപാരം എന്നും, ഇല്ലെങ്കിൽ ലോകത്തിന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് തങ്ങളാണ് ടോപ്പായിട്ട് നിയന്ത്രിക്കുന്നതെന്നും വരുത്തി തീർക്കാൻ കഴിയും. ഇതിന് മറ്റു രാജ്യങ്ങൾ എത്രത്തോളം ശ്രമിക്കുമെന്ന് കണ്ടറിയണം. ഇവിടെ ഇറാന് പിന്തുണ നൽകും എന്ന് കരുതിയിരുന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ പിന്തുണ നൽകുമെന്ന് റഷ്യയും ചൈനയും ഒക്കെ നമ്മൾ കരുതിയിരുന്നെങ്കിൽ അങ്ങനെ കരുതേണ്ട ആവശ്യം തന്നെയില്ല. കാരണം റഷ്യക്ക് ഇപ്പോൾ ഒരു യുദ്ധമുഖത്താണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതകളില്ല. ചൈന മുമ്പെങ്ങും ഇല്ലെങ്കിൽ ചരിത്രത്തിൽ ഒരിക്കലും വേറൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങൾ ഇടപെട്ടിട്ടില്ല. ഇവിടെയാണ് എല്ലാവരും ഉറ്റു നോക്കുന്നത് മോദി എന്തു പറഞ്ഞു എന്ന്. മോദിക്കൊന്നും പറയേണ്ട കാര്യമില്ല. പറയേണ്ട കാര്യങ്ങൾ ഇന്നലെ തന്നെ അദ്ദേഹം പറഞ്ഞു. UAEക്ക് എല്ലാവിധ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ നമ്മുടെ ജനങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾക്ക് എന്താണ് അവരുടെ ആ ഒരു ആശങ്ക പരിഹരിക്കേണ്ടതുണ്ട്. അവരുടെ സുരക്ഷിതത്വം മാത്രമാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ദൗത്യവും ലക്ഷ്യവും ഒക്കെ. അതല്ലാതെ മറ്റൊരു രാജ്യത്ത് നടത്തുന്ന യുദ്ധത്തിൽ അഭിപ്രായം പറയേണ്ട ആവശ്യം ഇന്ത്യക്കില്ല. പകരം ഇന്ത്യൻ പൗരന്മാരെ സുരക്ഷിതരാക്കുക, അതിനു വേണ്ടിയിട്ട് എല്ലാ രാജ്യങ്ങളുമായി നല്ലൊരു ബന്ധം കീപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇറാനിലടക്കം ഹെൽപ്പ് ലൈൻ തുറന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിന് തുടക്കം കുറിക്കുകയും ചെയ്തു. ആരെയും വെറുപ്പിക്കാതെ നമ്മുടെ പൗരന്മാരെ സുരക്ഷിതമായി നിർത്തുക എന്നുള്ള നല്ല ഒരു നയതന്ത്ര ബന്ധം. ഇവിടെ ഏതെങ്കിലും ഒരു രാജ്യത്തിന് പിന്തുണ കൊടുത്തുകൊണ്ട് മുൻപോട്ട് പോയി നശിപ്പിക്കാനുള്ളതല്ല ഭാരതത്തിന്റെ സമ്പത്തായാലും സൈനിക ശേഷിയായാലും. ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവ് ഈ രാജ്യത്തിനുണ്ട്. മുമ്പ് നമ്മൾ സഹായിക്കാൻ പോയവരൊക്കെ തിരിഞ്ഞുകൊത്തിയ ചരിത്രവും നമുക്കുണ്ട്. ശ്രീലങ്ക ആയാലും ബംഗ്ലാദേശ് ആയാലും ഒക്കെ നമ്മൾ അതിന് കൊടുക്കേണ്ടി വന്ന വില വലുതാണ്. ഏതായാലും യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഒറ്റ പ്രാർത്ഥന മാത്രം, എത്രയും പെട്ടെന്ന് ഇത് അവസാനിക്കണം. അത് സാമ്പത്തികമായും ജനങ്ങളുടെ ജീവിതത്തിനും അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യും. ഇത് തന്നെയാണ് ന്യൂസിന്റെ അവരുടെ പോയിന്റ്. നന്ദി, നമസ്കാരം.